കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്നെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എത്രത്തോളം രൂപാന്തരപ്പെടണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ദിവസത്തിലെ 2 വായനയിലൂടെയും പറയുക. ആദ്യ വായനയിൽ എസ്ര രാജ്ഞി ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ പറയുക. ഒരു രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജീവിതത്തിൽ പലപ്പോഴും ഒരു അധികാരത്തിലിരിക്കുമ്പോഴും ആ ഒരു ശക്തിയോടെ വ്യാപരിക്കുന്ന ഓരോ നിമിഷവും ഭൂമിയിലുള്ള എന്ത് കാര്യമാണ് പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തുക. പക്ഷേ ആ ഒരു സാഹചര്യത്തിലായിരുന്നിട്ട് പോലും ഒരു സഹായമില്ലാത്ത ഒരാളെ പോലെ, അല്ലെങ്കിൽ ഗന്ധിതരമില്ലാതെ മുന്നോട്ട് പോകുന്ന ഓരോ മാത്രയിലും അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഓരോ സമയത്തും പലപ്പോഴും നമുക്കും കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. എത്രത്തോളം സാഹചര്യങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം സൗകര്യങ്ങളും ചുറ്റുമുണ്ടായിട്ട് പോലും പലപ്പോഴും ഒന്നിനും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിനെ കൈപിടിച്ച് നടക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു രാജ്ഞിയുടെ ജീവിതം തന്നെ നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു പ്രാർത്ഥനയായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ആ ഒരു മലയിലെ പ്രസംഗത്തിൽ തമ്പുരാൻ ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം എങ്ങനെ നിന്റെ ദൈവമായ കർത്താവിനോട് സംസാരിക്കണമെന്നുള്ള കാര്യം കൂടി ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു മുന്നേറുമ്പോഴും അവർ ദൈവമായ കർത്താവിനോട് യഥാർത്ഥമായിട്ട് സ്നേഹിക്കാനും സല്ലപിക്കാനും സംസാരിക്കാനും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും രൂപാന്തരപ്പെടാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പൗത്രീകരിക്കാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെ പരിശോധിക്കേണ്ട ഏറ്റവും വലിയൊരു ആവശ്യകതയുണ്ട്. ഇപ്പോഴും തിരിച്ചറിയുക, ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ ഭവനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഡോറും അല്ലെങ്കിൽ ഒരു വാതിൽ പടിയും മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് ചോദിക്കുകയാണ്, ആ വാതിൽ നിനക്ക് തുറന്നു തരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിന് ആ ഒരു വാതിൽ നിരന്തരമായിട്ട് മുട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അപ്പനാണ് ഉള്ളിൽ, ഈ ഒരു മുട്ട് ഞാനാണ് എന്നറിഞ്ഞാൽ അപ്പൻ എനിക്ക് വേണ്ടി തുറന്നു തരും എന്നുള്ള വിശ്വാസം. അതാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുക. ഞാൻ സംസാരിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തുന്നതും ഞാൻ അത്രത്തോളം വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത്രത്തോളം ആശ്രയം വയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രാർത്ഥനകളെയും അടിസ്ഥാനപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു ആത്മാവില്ലാത്ത അവസ്ഥ ആവർത്തിക്കുന്നുള്ള കാര്യം നമ്മളെപ്പോഴും പരിശോധിക്കണം. നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലായിക്കോട്ടെ, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളിലായിക്കോട്ടെ, ആ ഒരു ദൈവത്തോട് ആ ഒരു ആത്മാവോടുകൂടെ സംസാരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ആ ഒരു ദൈവത്തോട് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഓരോരുത്തർക്കും സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും വിഫലമായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ആത്മാവില്ലാത്ത അവസ്ഥ നമ്മുടെ പ്രാർത്ഥനകളിലും ആവർത്തിക്കുന്നുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ ഈ ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു അനുഭവത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ഉത്തരമരുളുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഓരോ പ്രാർത്ഥനകളും പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ പരിശോധിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിളിക്ക് ഉത്തരമായിട്ട് ഇതാ ഞാനെന്ന് തമ്പുരാൻ മറുപടി നൽകുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന
ഒരു ദൈവ സാന്നിധ്യത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എന്നെ അത്രത്തോളം കേൾക്കുകയും അല്ലെങ്കിൽ അത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള കാര്യം നമുക്കെപ്പോഴും പരിശോധിക്കാം. ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും കുറവുകളും തളർച്ചകളൊക്കെ വരുമ്പോഴും ഒരിക്കലും പോലും നമ്മുടെ പുറത്തുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ തളർത്താതെ പതർത്താതെ ആ ഒരു ദൈവസ്നേഹത്തിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.